മധുസൂദൻ മാവേലിക്കരയാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർ. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യും. അതുപോലെ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രൊഡ്യൂസറായ CMPK റഹീം, മലയാള ചലച്ചിത്ര വേദിയിൽ നമുക്കറിയാം പ്രൊഡ്യൂസർമാരും ഒട്ടേറെ ടെക്നീഷ്യന്മാരും അരങ്ങേറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ആ നിലയിലേക്ക് ഒരു നവാഗതനായ പ്രൊഡ്യൂസർ കൂടി എത്തുകയാണ്. ശ്രീ CMPK റഹീമിനെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോജക്ടിന്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, നേരത്തെ പറഞ്ഞതുപോലെ മറ്റു സിനിമയുടെ ഒരു കഥ പറയുന്ന നേരത്തെ പ്രൊജക്ടറും പ്രൊജക്ട് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും റൈസ് സിദ്ദിഖ്. ശരിക്കും നമുക്ക് പറയാം, വളരെ മലയാള സിനിമയിൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു വേഷം നമുക്കറിയാം. ഹീറോ ഓറിയന്റഡായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്, വില്ലനുണ്ട്. പക്ഷെ ഇതിനൊക്കെ മിക്കവും പ്രിയപ്പെട്ട ഈ പടത്തിന്റെ ഡയറക്ടറും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള റൈസ് സിദ്ദിഖിനെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു സിനിമയിൽ സംവിധായകന്റെ കണ്ണാണ് ക്യാമറമാൻ എന്ന് പറയാറ്. അദ്ദേഹത്തിന്റെ ഓരോ ഈ കഴിഞ്ഞ പ്രൊജക്ടിന്റെ ഓരോ ഡിസൈനും പ്രൊജക്ട് ആ ഫ്രെയിമിന്റെ ഓരോ ഡിസൈനും നമുക്കറിയാം. ലാൻഡ്സ്കേപ്പിന്റെ ഈ മനുഷ്യന്റെ വാഹാദികളെ കൊണ്ട് കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു ക്യാമറമാന്റെ ഒരു കഴിവ് ഏറ്റവും ഒരു സിനിമയുടെ അനിവാര്യമായ ഒരു പാർട്ടാണ്. ഈ സിനിമയുടെ പ്രൊജക്ടിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ഇളയരാജയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മലയാള സിനിമയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തേറെയായി നമ്മുടെ ഈ സാധാരണക്കാരുടെ കയ്യിലേക്ക് സിനിമ എന്താണെന്ന്, പ്രൊജക്ട് എന്താണെന്നൊക്കെ എല്ലാവരും അറിയിക്കുന്ന പ്രധാനപ്പെട്ട ആളുടെ ജോലിയാണ് PRO എന്ന് പറയുന്നത്, പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്ന് പറയാറുണ്ട്. അപ്പം അത്തരം കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി PRO രംഗത്ത് പ്രവർത്തിക്കുന്ന ഐമൻ സാജനാണ് ഈ ചിത്രത്തിന്റെ PRO ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഐമൻ സാജൻ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാവരും സിനിമയുടെ ബിഹൈൻഡ് ദ സ്ക്രീൻ ആൻഡ് ഫ്രണ്ട്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വളരെ നടനാണ് ഈ ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് മോഹൻ B. കുറിച്ച്. അദ്ദേഹം ആശംസ പറയാനായിട്ട് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ക്ഷമിക്കണം, വിട്ടുപോയി ഒരു പ്രിയപ്പെട്ട സിദ്ദിഖിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ മാസ് ആർട്സ് ആണ്. അപ്പം ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള പ്രൊഡ്യൂസർ ഒരു പാർട്ട്ണർഷിപ്പ് വഹിക്കുന്ന പ്രിയപ്പെട്ട സിദ്ദിഖിനെ ഏറെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ മലയാള സിനിമയുടെ പരിച്ഛേദം ഈ കേരളത്തിന്റെ ഈ ആലപ്പുഴ കൊച്ചിയുടെ YMCA ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കൊച്ചി YMCA ഒരു ചരിത്രം എത്രയൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. മലയാള സിനിമയിലെ സത്യം മാഷ് ഉൾപ്പെടെ മുന്നോട്ട് വരുന്ന എല്ലാ താരനിരകളും ഇവിടെ ഈ YMCA വരികയും ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു പാദസ്പർശം കൊണ്ട് വളരെ പവിത്രമായ ഒരു പുണ്യഭൂമിയാണ് ഈ YMCA എന്ന് പറയുന്ന ഈ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വേദി. അപ്പം ആ ഒരു വേദിയിലാണ് നമ്മുടെ ഈ പ്രൊജക്ട് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അല്ല, ഇവിടെ അഭിനയിക്കാൻ ക്യാമറയ്ക്ക് മുന്നിലും പ്രവർത്തിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ, എല്ലാവരുടെ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേര് ഈ പ്രൊജക്ടിനോട് സഹകരിക്കാൻ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആമുഖം സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രൊഡ്യൂസർ മധുസൂദനൻ മാവേലിക്കര സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നീളം കുറവാണ്. മൈക്ക് കുറച്ചുകൂടെ താഴത്ത് വെച്ചതിന്റെ കാരണം നീളം കുറവുള്ളതുകൊണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ഈ ഒരു സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും
ഒത്തിരി ഒത്തിരി സ്നേഹവും നന്ദിയും പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായ ശങ്കർജി ഞങ്ങൾ കുറേ കാലങ്ങൾ തമാശയൊക്കെ പറയും. വേറെ ഇപ്പോഴും ഒരു തമാശ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് കയറ്റിയത്. അപ്പോൾ എല്ലാവരും സഹകരിച്ചതിലും എന്തായാലും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളെ ഈ സിനിമയെ പറ്റി കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഡയറക്ടർ ആയിരിക്കും. അദ്ദേഹത്തിനാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. കഥ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും കാര്യഗൗരവമായിട്ട് പറയണം അല്ലെങ്കിൽ പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിനാണ്. അപ്പം അദ്ദേഹം ആയിരിക്കും ഈ സിനിമയെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വന്ന് ചെയ്യുമ്പോൾ ഞാൻ കുറേ ആൾക്കാർ വിളിക്കാത്ത ആൾക്കാരോട് വന്നെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സത്യം പറഞ്ഞ സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റില്ല. കുറെ തിരക്കുണ്ടായിരുന്നു ഈ പ്രാവശ്യം. പലരെ വിളിച്ചിട്ടില്ല, വിളിക്കാതെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒത്തിരി എല്ലാവരും ഞാൻ ഒത്തിരി നന്ദി നേർന്നുകൊണ്ട്, സ്നേഹവും നന്ദിയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ തന്നു. അടുത്തതായി പൂജാ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ദയവായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കാനായി ബഹുമാനപ്പെട്ട ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു. എന്ന് പറയുന്ന ഈ സിനിമയുടെ സക്സസിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. മധു സാറ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ 22 സിനിമ നിർമ്മിച്ചു. എനിക്കൊരു 10-30 സിനിമയായി കാണുന്നു. ഒരുപാട് സിനിമകൾ നിർമ്മിക്കുന്നു. ഇപ്പൊ ഞാൻ സംവിധാനം ചെയ്ത എറിക് എന്ന് പറയുന്ന ഒരു സിനിമ വരാൻ പോകുന്നു. അതിലും ഞങ്ങളുടെ കൂടെ ഒരു പാർട്ട്ണറാണ്. ഞങ്ങളുടെ ആ സിനിമ ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിലാണ്. റേസ് സിദ്ദീഖിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പടം അത് ഞാൻ കണ്ടിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനയം നന്നായിരുന്നു. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം, ആ സിനിമ നന്നായതുകൊണ്ടും ഒക്കെ ആയിരിക്കണം വീണ്ടും മധു സാറ് അദ്ദേഹത്തിനെ വിളിച്ചൊരു സിനിമ കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല കലാകാരൻ, അദ്ദേഹം വീണ്ടും വളർന്നു വരട്ടെ. മധു സാറിനെ മാതിരിയുള്ള പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് സിനിമ എടുക്കുമ്പോഴാണ് ഇത് ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നത്. അഭിനയിക്കുന്നവരായാലും അല്ലാത്ത ടെക്നീഷ്യൻസ് ആയാലും എല്ലാവർക്കും ഒരുപാട് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഈ സിനിമ വലിയൊരു സക്സസ് ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി നിർമ്മാതാവ് സിദ്ദീഖ് സാറിനെ ക്ഷണിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും സഹകരണവും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.
CMPK റഹീം സാറിനെ ക്ഷണിക്കുന്നു. ഞാൻ ഫിലിം ഫീൽഡിലോട്ട് ആദ്യമായിട്ടാണ്. എന്നെങ്കിലും വരണമെന്ന് പണ്ട് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സമയം എന്ന് തോന്നി. ഒരു കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമൻ്റെ ടൈമിൽ അദ്ദേഹവുമായിട്ട് കഥ ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് വളരെ കുറച്ച് പ്രായക്കുറവായിരുന്നു. അന്ന് ഞങ്ങളെ ബിസിനസ് സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമായിരുന്നു. പിന്നീടാണ് ഞങ്ങൾക്കും ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ചയും ഒക്കെ കിട്ടിയത്. പിന്നീട് അദ്ദേഹം ഈ ഒരു കഥ പറഞ്ഞപ്പോൾ, ഹലോ യൂബർ എന്ന് പറയുന്ന ആ കഥ പറഞ്ഞപ്പോൾ ആ കഥ വളരെ നന്നായി ഇഷ്ടപ്പെടുകയും ഞാൻ എൻ്റെ എല്ലാ ബിസിനസ്സിൻ്റെയും പാർട്ണറായ സിദ്ദീഖിനോടും ആ കാര്യം സംസാരിക്കുകയും ചെയ്തപ്പോൾ പുള്ളിക്കാരനും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ സിനിമ അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന അതിലോട്ട് ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചത്. അതിലൊരു എൻട്രി ഞങ്ങൾക്ക് തന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ സാറിന് ഈ സമയത്ത് നമ്മൾ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഫിലിം ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് ഒന്നും അറിയാതെ, പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ ഒരുപാട് റിസ്ക് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അത് മറികടക്കാൻ ഞങ്ങളെ സഹായിച്ച, ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയ ബിൽഡിംഗ് പോലെ എക്സ്പീരിയൻസ് ഉള്ള മധു സാറിന്റെ സഹായവും ഈ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ നെറ്റ്വർക്ക് തന്നെയാണ് ഇതിലോട്ട് എൻട്രി ചെയ്യാനുള്ള ആ ഒരു ധൈര്യവും നമുക്ക് കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു. അവരെല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം ഞാൻ ഈ നേരത്ത് നന്ദി പറയുകയാണ്. അതുപോലെ ഈ ഫിലിമിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാവരുടെയും പേര് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്, നിങ്ങൾക്കറിയും. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ശങ്കർ സാറിനും ഈ ഞങ്ങളെ വന്നപ്പോൾ തന്നെ ഫസ്റ്റത്തെ മൂവിയിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ അധികം ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ സിനിമ ഹലോ യൂബർ എന്ന് പറയുന്ന സിനിമ വളരെ വലിയൊരു വിജയം ആവാനും അത് വലിയ രീതിയിൽ അറിയപ്പെടാനും വലിയ സക്സസ് ഉണ്ടാവാനും അതിൽ നിന്ന് മറ്റു പല സിനിമകളിലോട്ടും പോകാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഡയറക്ടർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി ഞാൻ ആശംസിക്കുകയും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ചെയ്യും. ഈ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള സിദ്ദീഖ് സാറിനെ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഒരു സ്വപ്നം കൂടി എൻ്റെ സഫലമാവാണ്. ശരിക്കും ഈ പൂജ ദിനം ആ ഒരു തുടക്കമാണ്, എല്ലാത്തിനും ഒരു തുടക്കം വേണം. അതും ഈ പൂജ നിമിഷം ഞാൻ അതിനെ ഒരു തുടക്കമായിട്ട് കാണുകയാണ്. കാരണം എൻ്റെ ആദ്യ സിനിമ ഒരു കഥ പറയുന്ന നേരം അത് അത്യാവശ്യം 35 ദിവസം ഞങ്ങൾ തിയേറ്ററിൽ ഓടിച്ചു. പിന്നെ രണ്ടാമത് ഞങ്ങൾ സിനിമ എടുക്കാൻ കുറേയധികം വൈകി. എന്തായാലും ഈ സിനിമ യൂബർ ഹലോ യൂബർ എന്ന സിനിമ വീണ്ടും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തായാലും ഈ സിനിമയുടെ കൂടെ എല്ലാവരും ഉണ്ടാവണം. പിന്നീട് നമ്മുടെ കൂടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സായിട്ട് മധുസൂദൻ സാറ്, പിന്നെ സിദ്ദീഖ്, റഹീം സാറ്, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ഈ സിനിമ എല്ലാവരും തീർച്ചയായിട്ടും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങൾക്ക് നല്ലൊരു സിനിമ ഒരു സമ്മാനിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു മുഹൂർത്തം നിങ്ങളുടെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വന്നതിനും പ്രത്യേകിച്ച് മീഡിയാസിനും എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും തുടക്കക്കാരാണ്. കാര്യം ഒരു സിനിമയുടെ ഒരുപാട് സ്ട്രീമിംഗ് നിൽക്കുന്ന ആളുകളല്ല. എങ്കിൽ പോലും മധുസൂദൻ സാറ് ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് തരുന്ന ഒരാളാണ്. കാര്യം 10-17 സിനിമകൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് സിനിമകളിലൂടെ അദ്ദേഹം 2 സ്റ്റേറ്റ് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് സിനിമകളിൽ. അയാൾ വാസ്തവം. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് മധു സാറ് ഞങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു സപ്പോർട്ടാണ് സിനിമയുടെ പ്രചോദനം. തീർച്ചയായിട്ടും ഈ സിനിമ ഹലോ യൂബർ എന്ന ഒരു സിനിമ ശരിക്കും ഒരു ക്രൈം ത്രില്ലറാണ്. ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ബേസിൽ നിന്നിട്ട് ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റാണ്.
ശരിക്കും ഒരു നമ്മുടെ റിയലിസ്റ്റിക് ഒരു സബ്ജക്റ്റാണ്. ഒരു ഇപ്പോൾ നടക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായും എന്തായാലും ഒരു നല്ലൊരു സിനിമ ആയിരിക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സിനിമയിലൂടെ ഞങ്ങൾ എന്തായാലും ഒരു നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് തുടർന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ സിനിമയുടെ ക്യാമറാമാൻ ഇളയരാജ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. இந்த படம் வாங்கி கொடுத்ததுக்கு ரொம்ப நன்றி. அடுத்தது இந்த ஷூட்டிங் முடிஞ்சு ஆடியோ லான்ச் சக்ஸஸ்ஃபுல்லி അടുത്തതായി PRO ഐമനൻ സാജൻ സാറിനെ 2 വാക്കുകൾ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. നല്ലൊരു സിനിമ, ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു സിനിമ എന്ന് തോന്നുന്നുണ്ട്. റിയാസിന് നല്ലൊരു സിനിമ ചെയ്യാൻ കഴിയും. കാരണം റിയാസിനെ ചെറുപ്പം തൊട്ടേ എനിക്കറിയാം. ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആ കാലം തൊട്ടേ എനിക്ക് റിയാസിനൊക്കെ നല്ല സിനിമ സങ്കല്പങ്ങളുള്ള ഒരു പയ്യനാണ്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു സിനിമ ഇതാ വെളിയിൽ ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും സഹായം വേണം. മധുസൂദൻ സാറെന്ന് പറഞ്ഞ വലിയൊരു വടവൃക്ഷം ഇതിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ സാറിൻ്റെ കുറേ പടങ്ങൾ ഞാൻ വികാരം ചെയ്തിട്ടുണ്ട്. വളരെ മലയാളത്തിലൊരു എനിക്ക് ഡയറക്ടർക്ക് ഒപ്പം നിൽക്കുന്നൊരു പ്രൊഡ്യൂസറാണ്. അതുകൊണ്ട് ഇതൊരു നല്ല സിനിമയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. അടുത്തതായി ആക്ടർ മോഹൻ ഡി കുർച്ചി സാറിനെ ഈ വേദിയിലേക്ക് 2 വാക്കുകൾ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സായാഹ്നം തികച്ചും ധന്യമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റാരെയേക്കാൾ വളരെയേറെ സന്തുഷ്ടയും സന്തോഷവും എനിക്കുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന സിനിമ ആസ്വാദകരും കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഈ രംഗത്ത് വരുന്നതിന് മുമ്പ്, അരനൂറ്റാണ്ടിന് മുമ്പ് മലയാള സിനിമയിലെ പ്രേംനസീർ എന്ന മഹാനടന്റെ കൂടെ അഭിനയിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അത് കൂടാതെ സിനിമാ നിർമ്മാതാവ് എന്ന രീതിയിൽ വന്നപ്പോൾ ശങ്കർ മേനക ടീം മലയാള ഭാഷയെയും സിനിമയെയും കീഴടക്കിയ കാലത്ത് അങ്ങനൊരു അനുഭൂതി പകർന്നുകൊണ്ട് ഇപ്പോഴും നമ്മുടെ സ്മരണകൾ സന്തുഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മേനക എന്ന നായികയെ ക്യാമറയുടെ മുമ്പിൽ ആദ്യം നിർത്തി അഭിനയിച്ചത് ഞാനാണ് എന്ന് അഭിമാനത്തോടെ സന്തോഷത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മോഹൻലാലിന്റെ ഭാര്യയുടെ പിതാവ് ബാലാജിയുടെ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്തി മേനക എന്ന പത്മ സിനിമയിലെ ആദ്യം അഭിനയിക്കുന്നത്. അത് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം കമലഹാസനോടും ശോഭനയോടും വിജയരാഘവനോടും ശ്രീനിവാസനോടൊപ്പം എനിക്ക് ലഭിച്ചു എന്നതും അഭിമാനമോടെ ഇപ്പോൾ ഞാൻ സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുക എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ സിനിമാ രംഗത്ത് വന്നു ചേർന്നതാണ്. രാമകരിയാക്കൾ എന്ന് പറയുന്ന ചെമ്മീനെടുത്ത മഹാനായ സംവിധായകൻ നേതൃത്വം നൽകിയൊരു സംഘടന ഉണ്ടായിരുന്നു 1969. അദ്ദേഹം പ്രസിഡന്റായും നമ്മുടെ പ്രിയങ്കരനായ നടൻ മധു കല്യാൺജിയായും ഞാൻ മോഹൻ ഡി കുർച്ചി സെക്രട്ടറിയായും തുടക്കം കുറിച്ചൊരു പ്രസ്ഥാനമായിരുന്നു അത് എന്നതും അഭിമാനത്തോടെ ഉണ്ട്. അപ്പൊ സിനിമാ മേഖലയിൽ സിനിമകളും ഒക്കെയായി ഞാനൊരു പ്രൊഫഷണലാക്കി സ്വീകരിക്കാതെ കൊണ്ട് നിങ്ങളുടെ എല്ലാ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും മലയാളത്തിലും തമിഴിലുമായി 30 പേർ സിനിമകൾ അഭിനയിക്കുവാൻ കഴിഞ്ഞു. 4 സിനിമകൾ നിർമ്മിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അപ്പൊ അത്തരത്തിൽ വേറൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ സാധ്യമായി സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന ചിത്രത്തിന്റെ ചിത്രാഞ്ജലിയിൽ നടന്ന പൂജയിലും ഞാൻ ആശംസ പ്രസംഗം നടത്തുവാനുണ്ടായിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ പുതിയ സംരംഭത്തിനും ആശംസ അർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. ആ സന്തോഷവും സംതൃപ്തിയും പങ്കുവച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
അടുത്തതായി ഈ സിനിമയുടെ ആദ്യ ക്ലാപ്പ് അടിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ശങ്കർ സാറിനെ വീണ്ടും ക്ഷണിക്കുന്നു. Rolling? Rolling, sir. Okay.